പഹൽഗാമിലെ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട കൂടുതൽ ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് എൻഐഎയും കേന്ദ്ര ഏജൻസികളും ഇപ്പോൾ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു വീഡിയോ ദൃശ്യം ഇപ്പോൾ പുറത്തു വന്ന ഏറ്റവും അടുത്തതായി പുറത്തു വന്ന ഒരു വീഡിയോ ദൃശ്യത്തിൽ കാണാൻ കഴിയുന്നത് ഋഷി ഭട്ട് എന്ന വിനോദസഞ്ചാരി, അദ്ദേഹം ഈ സിപ്ലൈനിലൂടെ മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ചയാണ്. ഈ വെടിയുതിർക്കുന്ന സമയത്ത് ആണ് ഇയാൾ സിപ്ലൈനിൽ ഈ യാത്ര ആരംഭിക്കുന്നത്. ഈ സിപ്ലൈനിന്റെ ആ തുടക്ക ഭാഗത്ത് നിന്ന് സിപ്ലൈൻ ഓപ്പറേറ്റർമാരിൽ ഒരാൾ ഈ വെടിവെച്ച കേൾക്കുന്ന സമയത്ത് അല്ലാഹു അക്ബർ വിളിക്കുന്ന ഒരു കാഴ്ചയാണ് ആ വീഡിയോ ദൃശ്യത്തിൽ കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ഈ സിപ്ലൈൻ ഓപ്പറേറ്ററായ മുസമ്മലിനെ എൻഐഎ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അസ്വാഭാവികമായി ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല എങ്കിൽ, അല്ലെങ്കിൽ ഇയാളെ ചോദ്യം ചെയ്തതിനെ തുടർന്ന് അസ്വാഭാവികമായി ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല എങ്കിൽ ഇയാളെ വിട്ടയക്കുമെന്നാണ് എൻഐഎയും അല്ലെങ്കിൽ കേന്ദ്ര ഏജൻസികളും വ്യക്തമാക്കുന്നത്. ഏറ്റവും സുപ്രധാനമായിട്ടുള്ള കാര്യം, ഈ സിപ്ലൈനിൽ കൂടി ഈ വിനോദസഞ്ചാരിയായിട്ടുള്ള ഈ ഋഷി ഭട്ട് കടന്നു വരുന്ന സാഹചര്യത്തിലാണ് വെടിവെച്ച മുഴങ്ങുന്നത്. ആദ്യം ഇത് എന്താണെന്ന് മനസ്സിലാകുന്നില്ല. അദ്ദേഹം വളരെയധികം സന്തോഷവാനായിട്ടാണ് ഈ സിപ്ലൈനിലൂടെ കടന്നു വരുന്നത്. താഴെ കുറേ പേർ മരിച്ചു വീഴുന്ന രംഗമാണ് എന്നുള്ളത് അദ്ദേഹത്തിന് തിരിച്ചറിയാൻ കഴിയുന്നില്ലായിരുന്നു. കാരണം ഈ വെടിവെച്ച കേൾക്കുന്നു, കുറേ പേർ തറയിൽ വീണ് കിടക്കുന്നു. ഇത് ഒരു മോക്ക് ഡ്രില്ലാണ് എന്ന് കരുതിയാണ് പലരും നിന്നത്. ഈ താഴെ ഉണ്ടായിരുന്ന വിനോദസഞ്ചാരികളും അത്തരത്തിലായിരുന്നു ചിന്തിച്ചിരുന്നത് അല്ലെങ്കിൽ കരുതിയിരുന്നത്. കാരണം ഇതൊരു മോക്ക് ഡ്രില്ലാണ് എന്നുള്ള ഒരു ധാരണയായിരുന്നു ആദ്യം ഉണ്ടായിരുന്നതെന്ന് ഈ വിനോദസഞ്ചാരികളെല്ലാം പറഞ്ഞിരുന്നതാണ്. ഇപ്പോൾ ഈ ഋഷി ഭട്ടിൻ്റെ ഈ വീഡിയോ ദൃശ്യം കൂടി പുറത്തു വരുന്ന സാഹചര്യത്തിൽ ഏറ്റവും വളരെ വ്യക്തമായി കാണാൻ കഴിയുന്നത് ഈ ഭീകരാക്രമണം നടത്തിയ ഭീകരർ ഈ നിറയൊഴിക്കുന്നതും വെടിശബ്ദം കേൾക്കുന്നതും അവിടെ കൂടി നിന്ന് ആൾക്കാർ ചിതറി ഓടുന്നതുമായിട്ടുള്ള ഒരു കാര്യമാണ്. ഈ തുടക്ക സമയത്ത് എന്താണ് സംഭവിക്കുന്നതെന്ന് പലർക്കും മനസ്സിലാവുന്നില്ല. പിന്നീട് ഇതൊരു ഭീകരാക്രമണമാണെന്ന് തിരിച്ചറിഞ്ഞാണ് ഈ നാലുപാടേക്കും അല്ലെങ്കിൽ ഈ നിൽക്കുന്ന വിനോദസഞ്ചാരികളെല്ലാം ചിതറി ഓടുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ സിപ്ലൈൻ ഓപ്പറേറ്റർ ഈ വെടിവെച്ച കേൾക്കുന്ന സമയത്ത് തന്നെ അല്ലാഹു അക്ബർ വിളിച്ചുകൊണ്ട് ഇയാളെ തള്ളിവിടുന്ന ഒരു കാഴ്ചയും കാണുന്നു. എൻഐഎ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യം എന്ന് പറയുന്നത്, എന്തുകൊണ്ട് ഈ ഭീകരാക്രമണം നടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഈ വെടിവെച്ച മുഴങ്ങിയ സമയത്ത് ഇയാൾ അല്ലാഹു അക്ബർ എന്ന് വിളിച്ചു? രണ്ട്, എന്തുകൊണ്ട് ഈ സിപ്ലൈൻ ഓഫ് ചെയ്യാൻ അയാൾ തയ്യാറായില്ല? ആ സമയത്തും ഈ വിനോദസഞ്ചാരിയെ അവിടേക്ക്, ഈ ഭീകരാക്രമണം നടക്കുന്ന സ്ഥലത്തേക്ക് തള്ളിവിട്ടത് എന്തിനാണ് എന്നുള്ള രണ്ട് പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് എൻഐഎ ഇപ്പോൾ ഉന്നയിക്കുന്നത്. എന്നാൽ മുസമ്മലിൻ്റെ മാതാപിതാക്കൾ അല്ലെങ്കിൽ കുടുംബം വ്യക്തമാക്കുന്നത് ഭീകരരുമായി മുസമ്മലിന് യാതൊരു തരത്തിലുള്ള ബന്ധവും ഉണ്ടായിരുന്നില്ല അല്ലെങ്കിൽ ബന്ധമില്ല എന്നുള്ള കാര്യമാണ്. സ്വാഭാവികമായിട്ടാണ് അദ്ദേഹം അല്ലാഹു അക്ബർ എന്ന് വിളിച്ചത്. അതിൽ യാതൊരു തരത്തിലുള്ള ഭീകരപരമായിട്ടുള്ള അല്ലെങ്കിൽ ഭീകരാക്രമണങ്ങളായിട്ടുള്ള ബന്ധമില്ല, അത്തരത്തിലുള്ള ഒരു നടപടിക്രമങ്ങളുമല്ല എന്നുള്ള കാര്യമാണ് ഈ ബന്ധുക്കൾ ആരോപിക്കുന്ന അല്ലെങ്കിൽ ബന്ധുക്കൾ പറയുന്നത്. അത് തന്നെയാണ് മുസമ്മലിൻ്റെ പിതാവും മാധ്യമങ്ങളോട് പറയുന്നത്. തൻ്റെ മകന് ഭീകരരുമായിട്ട് യാതൊരു തരത്തിലുള്ള ബന്ധവുമില്ല എന്ന് പറയുന്നു. പക്ഷേ ഏറ്റവും സുപ്രധാനമായ മറ്റൊരു കണ്ടെത്തൽ, എൻഐഎ കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട, അതായത് ഈ ഭീകരാക്രമണം നടന്നതുമായി ബന്ധപ്പെട്ട് ആ ഭീകരാക്രമണത്തിന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പും അതിനുശേഷമുള്ള വീഡിയോ ദൃശ്യങ്ങളെല്ലാം പരിശോധിച്ച് വരികയായിരുന്നു. അതിൽ നിന്നാണ് ഏകദേശം 4 ദിവസങ്ങൾക്ക് മുമ്പ്, അതായത് ഈ പഹൽഗാം ഭീകരാക്രമണത്തിന് 4 ദിവസം മുമ്പ് അവിടെ എത്തിയ ഒരു വിനോദസഞ്ചാരി തൻ്റെ കുട്ടിയുടെ ഒരു റീൽ ചിത്രീകരണം നടത്തുകയുണ്ടായി. ആ റീൽ ചിത്രീകരണത്തിൽ ഈ കുട്ടിയുടെ പിറകിൽ നിന്ന് നടന്നു പോകുന്ന 2 പേർക്ക് ഈ ഭീകരരുമായി സാമ്യമുണ്ട് എന്ന് കണ്ടെത്തുകയും ഇത് എഡിറ്റ് ചെയ്യുന്ന സമയത്താണ്, അതായത് ഈ ഭീകരാക്രമണം കഴിഞ്ഞതിന് ശേഷം എഡിറ്റ് ചെയ്യുന്ന സമയത്താണ് ഈ 2 പേർക്ക് ഭീകരരുമായി അതീവ സാദൃശ്യം അല്ലെങ്കിൽ സാമ്യമുണ്ട് എന്ന് കണ്ടെത്തുകയും അങ്ങനെ ഇത് എൻഐഎ അറിയിക്കുകയുമായിരുന്നു. അതിനർത്ഥം എൻഐഎ പറയുന്നത് ഇവർ കാലങ്ങളായി അല്ലെങ്കിൽ നാളുകളായി അല്ലെങ്കിൽ വളരെ നാളുകൾക്ക് മുമ്പ് തന്നെ ഈ ഭാഗത്ത് തമ്പടിച്ചിരുന്നവരാണ് എന്നുള്ളതാണ്. ഭീകരർ ഇവിടെ പ്രാദേശികമായി തന്നെ അല്ലെങ്കിൽ പ്രാദേശികരുടെ സഹായത്തോടു കൂടി തമ്പടിച്ചിരുന്നതായിരുന്നോ എന്നുള്ള ചോദ്യമാണ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു അന്വേഷണമാണ് ഇപ്പോൾ എൻഐഎ നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ ദൃശ്യങ്ങളെല്ലാം പരിശോധിച്ച് ഈ ദിവസങ്ങൾക്ക് മുമ്പുള്ളതും അതുപോലെ ഈ ആക്രമണം കഴിഞ്ഞതിന് ശേഷവുമുള്ള വീഡിയോ ദൃശ്യങ്ങൾ പരിശോധിച്ചാണ് ഇപ്പോൾ എൻഐഎ മുന്നോട്ട് പോകുന്നത്. ഈ ദൃശ്യങ്ങളിലെല്ലാം ഈ ഭീകരരുടെ ഒരു വരവും കാണാൻ കഴിയുന്നുണ്ട്. അതായത് ഈ ഇപ്പോൾ ഋഷി ഭട്ട് പുറത്തുവിട്ട ഈ 53 സെക്കൻഡുള്ള വീഡിയോയിലായാലും അതിനു മുമ്പ് 4 ദിവസം മുമ്പ് ചിത്രീകരിച്ച ആ റീൽ വീഡിയോയിലും ഭീകരരുടെ സാന്നിധ്യം കാണാൻ കഴിയുന്നു എന്നുള്ളതാണ് അന്വേഷണ ഏജൻസികൾ വെളിപ്പെടുത്തുന്നത് അല്ലെങ്കിൽ വ്യക്തമാക്കുന്നത്. മറ്റൊന്ന്, ഈ പഹൽഗാം ആക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിൽ ജമ്മു കാശ്മീരിലെ 87 വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ 48 എണ്ണവും താൽക്കാലികമായി അടയ്ക്കാനുള്ള ഒരു തീരുമാനമാണ് എടുത്തിരിക്കുന്നത്. ആനന്ദ്നാഗിലെ സൂര്യക്ഷേത്രം ഉൾപ്പെടെയുള്ള കേന്ദ്രങ്ങളും അടച്ചിടുന്ന കേന്ദ്രങ്ങളിൽ ഉൾപ്പെടുമെന്നാണ് അറിയിക്കുന്നത്. ഭീകരർക്കായുള്ള തിരച്ചിലും അതിനോടനുബന്ധിച്ച് വെടിവെപ്പും മറ്റ് പല സ്ഥലങ്ങളും നടക്കുന്നതിനാൽ വിനോദസഞ്ചാരികളുടെ സുരക്ഷ ഉറപ്പാക്കാനാണ് കാശ്മീർ സർക്കാരിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നുണ്ട്. വിനോദസഞ്ചാരികളുടെ സാന്നിധ്യം ഭീകരർ മറയാക്കുന്നെന്ന സംശയവും ശക്തമാണ്. ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ നിലവിൽ പഹൽഗാമിനെ തുടർന്നുണ്ടായ
അല്ലെങ്കിൽ പഹൽഗാമിൽ ഉണ്ടായ ഈ ഒരു ഭീകരാക്രമണത്തെ തുടർന്ന് ജമ്മു കാശ്മീരിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ പലതും അത് ചില ഈ പഹൽഗാമിനെ പോലെ തന്നെ മറ്റ് ചില ഏരിയകളും ഭീകരർ ലക്ഷ്യമിടുന്നുണ്ട് എന്നുള്ള, അല്ലെങ്കിൽ ഇനി ഒരു അനർത്ഥം ഉണ്ടാകാതിരിക്കാനുള്ള ഒരു നടപടി എന്നുള്ള നിലയിലാണ് ഇപ്പോൾ ഈ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ അടച്ചിടുന്ന ഒരു തീരുമാനം കൂടി കൈക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും വരും ദിവസങ്ങളിൽ നിർണായകമായ വെളിപ്പെടുത്തലുകളും നിർണായകമായ രീതികളിലേക്കുള്ള മുന്നോട്ട് പോക്കുമാണ് NIA അല്ലെങ്കിൽ കേന്ദ്ര ഏജൻസിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. അന്വേഷണം അതിശക്തമായ രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഭീകരർക്ക് അതിശക്തമായ മറുപടി തന്നെ നൽകുമെന്ന് ഇന്ത്യ അറിയിക്കുന്നുമുണ്ട്. ഇന്ത്യ അതിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം കൂടി അറിയിക്കുന്നുണ്ട്.